നമസ്കാരം, ഹംബിൾ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് തമിഴകത്തിന്റെ മാത്രമല്ല ഇന്ത്യയുടെ തന്നെ സൂപ്പർ താരം സ്റ്റൈൽ മന്നൻ രജനീകാന്തിന്റെ ഭാര്യ ലതാ രജനീകാന്ത് പാടിയ ഗാനങ്ങളെ കുറിച്ചാണ്. ഹലോ, ദിസ് ഇസ് ലത രജനീകാന്ത്. രജനീകാന്തിന്റെ ഭാര്യ എന്ന പേരിനൊപ്പം തന്നെ ലത മികച്ചൊരു ഗായികയാണെന്ന് പലതവണ തെളിയിച്ചിട്ടുമുണ്ട്. വളരെ കുറച്ച് ഗാനങ്ങൾ മാത്രമേ സിനിമയിൽ അവർ പാടിയിട്ടുള്ളൂവെങ്കിലും സിനിമയ്ക്കപ്പുറം മികച്ച ഗായിക എന്ന പേര് അവർ എന്നും സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ലതാ രജനീകാന്ത് പാടിയ ഗാനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കമലഹാസൻ നായകനായ ടിക് 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 എന്ന സിനിമയിലെ നേற்று இந்த നേരം എന്ന ഗാനം പാടിയത് ലതയാണ്. ഈ ഗാനത്തിന്റെ സംഗീതം നിർവഹിച്ചത് ഇളയരാജയാണ്. പ്രശസ്ത നടി മീന ബാലതാരമായിട്ട് അഭിനയിച്ച അൻപുള്ള രജനീകാന്ത് എന്ന സിനിമയിലെ കടവുള്ള എന്ന ഗാനം ഒന്ന് കേൾക്കാം. വർഷങ്ങൾക്ക് ശേഷം ലതാ രജനീകാന്ത് തന്നെ നിർമ്മിച്ച രജനീകാന്ത് കഥയും തിരക്കഥയും എഴുതിയ വള്ളി എന്ന സിനിമയിലെ കുക്കുക്കു എന്ന ഗാനം പാടിയത് ലതയാണ്. ഈ ഗാനത്തിന്റെ സംഗീതം നിർവഹിച്ചത് ഇളയരാജയാണ്. വള്ളി എന്ന സിനിമയിൽ തന്നെ സിംഗ് എ സോങ് എന്ന ഗാനവും ലത പാടിയിട്ടുണ്ട്. രജനീകാന്ത് ലത ദമ്പതികളുടെ മകൾ സൗന്ദര്യ രജനീകാന്ത് സംവിധാനം ചെയ്ത കൊച്ചടയാൻ എന്ന ആനിമേഷൻ സിനിമയിൽ കാതൽ കണവ എന്ന ഗാനം പാടിയത് ലതയാണ്. ഈ ഗാനത്തിന്റെ സംഗീതം AR റഹ്മാൻ. ഇത് മാത്രമല്ല മായാജാലം എന്നൊരു ആൽബത്തിൽ തിത്തിമിത്തി എന്നൊരു ഗാനം ലത പാടിയിട്ടുണ്ട്. ഈ ഗാനം തമിഴ്നാട്ടിൽ വളരെയധികം ഹിറ്റാണ്. പൊങ്കലിന് ആശംസ അർപ്പിച്ചുകൊണ്ട് അണ്ണാച്ചി അണ്ണാച്ചി എന്നൊരു ഗാനവും ലത പാടിയിട്ടുണ്ട്. ഗായിക മാത്രമല്ല മികച്ച ഒരു സാമൂഹ്യ പ്രവർത്തക കൂടിയാണ് ലതാ രജനീകാന്ത്. ലത കുട്ടികളെ പറ്റി പാടിയ അൻപ് ഒൻറുതാൻ എന്ന ഗാനം ഒന്ന് കേൾക്കാം. രജനീകാന്തിന്റെ പിറന്നാളിന് ആശംസ അർപ്പിച്ചുകൊണ്ട് ലത പാടിയ ഒരു ഗാനം കേൾക്കാം. ഭാരതം എന്ന പേരിൽ ഒരു ദേശഭക്തി ഗാനവും ലതാ രജനീകാന്ത് പാടിയിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ കൗതുകകരമായ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ലതാ രജനീകാന്ത് മാത്രമല്ല രജനീകാന്തും ഒരു സിനിമയിൽ പാടിയിട്ടുണ്ട്. മന്നൻ എന്ന സിനിമയിലെ അടിക്കുത് കുളിര് എന്ന ഗാനം S ജാനകിയോടൊപ്പം പാടിയത് രജനീകാന്താണ്. മുല്ലൈ പൂങ്കൊടി കൊമ്പൈ തേടുത് சொன்னால் போதும் 100 மாப்பிள்ளை என்னை நீயும் ஏற்றுக்கொண்டது பாவையன் பாக்கியம்
ഈ ഗാനത്തിനിടയിൽ ചില പഞ്ച് ഡയലോഗുകൾ പറയാൻ വേണ്ടി മാത്രമാണ് രജനീകാന്ത് സ്റ്റുഡിയോയിൽ എത്തിയത്. அது சரி இத பாருடா. அப்படியா? எப்படி எப்படி? ஆய் ஓ அட்ரா சக்க. இது எப்படி இருக்கு? പക്ഷേ ഇളയരാജയുടെ നിർബന്ധം കൊണ്ട് രജനീകാന്ത് ആ ഗാനത്തിലെ വരികൾ ആലപിക്കുകയായിരുന്നു. കൊമ്പൈ പോലെ അൻപൈ തേടുത് വാരെ വാരെ വാ. രജനീകാന്തും ലതാ രജനീകാന്തും മാത്രമല്ല, അവരുടെ മകൾ ഐശ്വര്യ രജനീകാന്തും സിനിമയിൽ ഗാനങ്ങൾ പാടിയിട്ടുണ്ട്. 2003 ഇറങ്ങിയ വിസിൽ എന്ന സിനിമയിലെ നട്പേ നട്പേ എന്ന ഗാനം ഡി ഇമാന്റെ സംഗീതത്തിൽ ചിമ്പുവിനോടൊപ്പം പാടിയത് ഐശ്വര്യ രജനീകാന്താണ്. പിന്നീട് 1000-ലൊരുവൻ എന്ന സിനിമയിൽ എന്മേലെ ആസദാൻ എന്ന ഗാനം ധനുഷിനോടൊപ്പവും ഐശ്വര്യ രജനീകാന്ത് പാടിയിട്ടുണ്ട്. അങ്ങനെ ഒരു കുടുംബത്തിൽ അച്ഛനും അമ്മയും മകളും സിനിമയിൽ പിന്നണി ഗായകരായത് രജനീകാന്തിന്റെ കുടുംബമാണ്. കൂടുതൽ പാട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.